ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. അപ്പൊ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സ്കൂളുകളിൽ മിഡ് ടേം എക്സാം നടന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ മിഡ് ടേം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. വാട്ട് എവർ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഓണം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലാറ് ചാപ്റ്റേഴ്സ് പഠിക്കാനും അതിൻ്റെ മുന്നോടിയായി എൻ്റെ മക്കൾ എന്തായാലും എഴുതേണ്ട ഒരു എക്സാം ആണ്, എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് മിഡ് ടേം എക്സാം എന്ന് പറഞ്ഞാൽ. ഈ മിഡ് ടേം എക്സാമിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, നമ്മളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. അതായത് ചില സ്കൂളുകളിൽ ഇതിനെ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. ഇപ്പൊ നമ്മുടെ കെമിസ്ട്രിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ നിന്നായിരിക്കും മെജോറിറ്റി സ്കൂളുകളിലും മിഡ് ടേം എക്സാം നടത്തിയിട്ടുണ്ടാവുക. ആണല്ലോ, സെറ്റാ. അപ്പൊ സാറേ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? എന്റെ മക്കൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് എക്സാമിനെ പോലെ തന്നെ ഇത് കണ്ടിട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതുക. കാരണം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് നോക്കണം. കാരണം നമ്മൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലോട്ട് വന്നപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ഒട്ടനവധി ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി, അറിയാലോ, നോമൻക്ലേച്ചർ. സോ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഐസോമറിസം അങ്ങനത്തെ കുറേ ഭാഗങ്ങൾ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിക്കാരം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വായിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ എല്ലാ കൺസെപ്റ്റും പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാറേ ഇത് എന്തായിരുന്നു, ഇത് എങ്ങനെയെന്ന് മനസ്സിലാവാത്ത പ്രശ്നക്കാരം. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാത്തോണ്ടുള്ള പ്രശ്നം. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക, ചാപ്റ്റർ 1 റെഡിയാണല്ലോ, കെമിസ്ട്രി എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ നിന്ന് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് വരാം. ജസ്റ്റ് മക്കൾ ആലോചിച്ചാൽ മതി. ഓണം എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എറൗണ്ട് ഒരു 17 മാർക്ക് 16 മാർക്കിന് ചോദ്യം വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 17 മാർക്കിനോ 16 മാർക്കിനോ ഓണം എക്സാമിന് നമ്മളുടെ ചാപ്റ്റർ 1 ചോദ്യം വരും. അപ്പൊ എത്രത്തോളം ചോദ്യം ഉണ്ടാവും? അപ്പൊ ഈ ചോദ്യമൊക്കെ നമ്മൾ ഓരോ കണ്ടന്റ് വെച്ചിട്ട് തന്നെ പഠിക്കണം മക്കളെ. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള എല്ലാ ഫങ്ഷനുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സെറ്റായി പഠിക്കണം. ഇനി ഐസോമറിസം, 4 ഐസോമറിസം ഉണ്ട്. ഐസോമറിസത്തിന് ഏതൊക്കെ വരും? ഫങ്ഷണൽ ഐസോമറിസം ഒക്കെ എന്തായാലും ചോദിക്കുന്ന ഭാഗം. അപ്പൊ അവിടുന്ന് മോളിക്കുലാർ ഫോർമുല തന്നാൽ നമ്മൾ കണ്ടെത്താൻ പഠിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. കണ്ടന്റ് പഠിച്ചു പോയാൽ പോരാ. ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെന്റ് ഫംഗ്ഷൻ അറിയാം, പക്ഷെ ഇതിന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യൂല. അതാണ് പ്രശ്നം മക്കളെ. ഇപ്പൊ മിഡ് ടേം എക്സാം ആയിക്കോട്ടെ, ഓണം എക്സാം ആയിക്കോട്ടെ, യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഏത് എക്സാമിനും എന്റെ മക്കൾ ചോദ്യങ്ങൾ കണ്ട് തയങ്ങിയാലേ, കണ്ട് പഠിച്ചാലേ എന്റെ മക്കൾക്ക് അത് അടിപൊളിയായ ഒരു കോൺഫിഡന്റോടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ചോദ്യങ്ങൾ ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം ഓരോ ചാപ്റ്ററിൽ നിന്നും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ L1 L2 L3, അതായത് ലെവൽ 1 എന്ന് പറഞ്ഞാൽ ലെവൽ ക്വസ്റ്റ്യൻസ്, അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് എന്താ സാറേ മീഡിയം ലെവൽ? അതായത് ആവറേജ് കുട്ടികൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ലെവൽ 2 ക്വസ്റ്റ്യൻ. അപ്പൊ സാറേ എന്താ L3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? L3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A+ ലെവൽ, കുറച്ച് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആ. എല്ലാ ടോപ്പിക്കും ഉണ്ടെങ്കിൽ എല്ലാ അടിപൊളി ടോപ്പിക്, അഥവാ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നല്ല ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ. ഇതിന്റെ മക്കൾ ചെയ്ത് പഠിച്ചോ, ഏത് എക്സാം വന്നാലും മക്കൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ ഗ്യാരണ്ടിയാ. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ മിഡ് ടേം എക്സാം ആയിക്കോട്ടെ, ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും എന്റെ മക്കൾക്ക് പേടി ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ കണ്ടന്റ് പഠിക്കുക. ഇതിന്റെ കൂടെ എന്റെ മക്കൾക്ക് ഇപ്പൊ മിഡ് ടേം എക്സാമിന്റെ മുന്നേ നമ്മുടെ SSLC, നമ്മുടെ RMS ബാച്ചിലെ, നമ്മുടെ SSLC ബാച്ച് ആണല്ലോ RMS ബാച്ചിന്റെ മക്കൾ കുറെ കുട്ടികളുണ്ടാവും. ഈ RMS ബാച്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തിയറി ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ലെറ്റേഴ്സും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് ചെയ്ത് കുട്ടികൾ സാറിന് മെസ്സേജ് അയക്കുക, സാറേ മിഡ് ടേം എക്സാം ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മൾ പറയുന്ന ക്വസ്റ്റ്യങ്ങൾ ടീച്ചേഴ്സ് ഇട്ടിട്ടുള്ളത്. സോ അത്രയും ഡീറ്റെയിൽ ചെയ്ത ബാച്ചാണ് നമ്മുടെ RMS ബാച്ച് എന്ന് പറഞ്ഞാൽ. പൊന്നു മക്കളെ, ഇന്ന് സാറ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്ക് ഒരു കിടിലൻ ഓഫറുമായിട്ടാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിന് SSLCയുടെ RMS പ്രീമിയം ബാച്ച് വെറും എത്ര രൂപയുള്ളൂ നോക്കിക്കോടാ, വെറും 6500 രൂപ മാത്രമേ ഉള്ളൂ. SSLC RMS പ്രീമിയം ബാച്ചിന്. സാറേ ഇന്നത്തെ ഓഫറാണോ? ഇന്റെ മക്കൾ ഇന്ന് ഇപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തോ, മറക്കണ്ട. 6500 രൂപ മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ്.
സാർ എന്തൊക്കെ ഉണ്ടാവും നമ്മളിപ്പോ എന്റെ മക്കളിപ്പോ ഞാൻ സാറ് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള എല്ലാ സൊല്യൂഷൻസും ഈ ബാച്ചിലുണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് നമ്മുടെ RMS പ്രീമിയം ബാച്ചിലുണ്ട്. മക്കളെ എന്തൊക്കെ എങ്ങനെ സാറ് ജോയിൻ ചെയ്യുക? എടാ താഴെ ഒരു ലിങ്ക് സാറ് കൊടുക്കുക, ഈ ലിങ്കിൽ തൊടുക. അപ്പൊ സാറേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരുമോ? എടാ ഓഫർ തരാം. 5 സാറിന്റെ മക്കൾക്ക് ഓഫർ ഇല്ലാതെ പിന്നെ ആർക്കാണ് ഓഫർ? സാറിന്റെ മക്കൾക്ക് കിടിലൻ ഓഫർ ഉണ്ട്. നമ്മുടെ SSLCന്റെ ബേസ് ബാച്ച് ആയിക്കോട്ടെ, തൊട്ടപ്പുറത്ത് ബേസ് ബാച്ച് ഉണ്ട്, RMS ബേസ് ബാച്ച്, പിന്നെ പ്രീമിയം പ്രോ ബാച്ച് ഉണ്ട്, പ്രീമിയം ബാച്ച് ഉണ്ട്. ഈ 3 ബാച്ചിലും എന്റെ മക്കൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ സാറേ ബാച്ചിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അറിയണോ? സാറിന്റെ ലിങ്കിൽ തൊടുക, താഴത്തെ ഒരു ലിങ്കിൽ അങ്ങോട്ട് തൊടുക. അപ്പൊ സാറേ എങ്ങനെ ഞങ്ങൾ ലിങ്കിൽ തൊടുക? താഴെ ലിങ്കിൽ തൊട്ട് നിങ്ങൾ പേരടിക്കാൻ പറ്റും, പേരടിച്ചു കൊടുക്കുക, നമ്പർ അടിച്ചു കൊടുക്കുക, ക്ലാസ് അടിച്ചു കൊടുക്കുക. അപ്പൊ സാറേ ഓഫർ എങ്ങനെ കിട്ടുക? 5 സാറിന്റെ മക്കൾക്ക് ഞാൻ ഓഫർ തരണ. എന്താ നിങ്ങൾ ചെയ്യേണ്ട അറിയോ? ഇതുപോലെ പേരും നമ്പറും ക്ലാസ്സും അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു കാര്യം വരും, റെഫർ ഫാക്കൽറ്റി. ഇന്റെ മക്കൾ സാറിന്റെ പേരങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ഇന്റെ മക്കൾക്ക് ഓഫർ കിട്ടുള്ളൂ. അതായത് എത്രയാണോ പ്രൈസ്, ആ പ്രൈസിന്റെ 5% മുതൽ ഓഫറിന്റെ മകൾക്ക് കിട്ടും. അത് എത്രയോ ആവാം. ഇന്റെ മക്കൾക്ക് എന്തായാലും ചുരുങ്ങിയത് 5% ഇന്റെ മക്കൾക്ക് ഓഫർ കിട്ടൂടാ. അപ്പൊ ഓഫർ പ്രൈസിൽ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ മക്കളും ലിങ്കിൽ തൊട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചോ. ഓഫർ ആട്ടോ, എത്ര ഓഫർ കിട്ടാൻ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെ ലെക്ക് എന്ത് ചെയ്യുക, ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഗീവ് അവേ പറയുന്ന പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലെക്ക് ചെക്ക് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാരും, SSLC ഫുൾ A+ വേണം എന്നുള്ള ആൾക്കാരൊക്കെ നേരെ പോയിട്ട് ആ ലിങ്കിൽ തൊട്ട് രജിസ്റ്റർ ചെയ്യുക. ഒന്ന് റെഫറൽ കോഡായിട്ട് സാറിന്റെ പേരടിക്കാൻ മറക്കണ്ട. പേരടിച്ചാലേ എന്റെ മക്കൾക്ക് എന്ത് കിട്ടുള്ളൂ, ഓഫർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓഫർ കിട്ടൂല കേട്ടോ. പേരടിക്കാൻ മറക്കണ്ട, ഒന്ന് പേരടിച്ചു നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഓഫർ എത്രയെന്ന് ചെക്ക് ചെയ്യാം. അതിനനുസരിച്ച് എന്റെ മക്കൾ ബാച്ചിലോട്ട് വരിക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാ എക്സാമും തൂത്തുവാര സെറ്റാക്കാൻ ഞങ്ങളുണ്ട് കൂടെ, 5 സാറിന്റെ കൂടെ. ഈ ലൈവിന്റെ ഈ വീഡിയോയുടെ താഴെ മക്കൾ എന്ത് ചെയ്തോളൂ, എല്ലാവരും രജിസ്റ്റർ ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അൻഷി ഫ്രോം MS Solution. ഇനി എന്തിനും വേറൊരു സൊല്യൂഷൻ.